പോളിന്റെ മരണത്തോടനുബന്ധിച്ച് ഉള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പുൽപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭയാനകമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ MLA-മാരും മറ്റധികാരികളൊക്കെയും ഇവിടെ വന്ന് ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കാമെന്നും വീട്ടിൽ ഒരു ജോലി കൊടുക്കാമെന്നും അതുപോലെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എവിടെ വരെ പഠിക്കുന്നുവോ അത്രയും പഠനം നിർവഹിച്ച് കൊടുക്കുന്നതിനും തീരുമാനിച്ചു. മൊത്തം 50 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടുള്ള ബാക്കിയുള്ള 35 ലക്ഷം രൂപ അത് പിന്നീട് കൊടുക്കാമെന്നുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള സംസാരത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ അറിയിച്ചുവെങ്കിലും കുറച്ചാളുകൾ അതിന് പ്രതികരണവുമായി ഇപ്പോൾ ഇവിടെ ഉണ്ട് ആൾക്കാർ. അതോടൊപ്പം തന്നെ ഇവിടെ പശുവിനെ കൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ ആടിനെ കൊന്ന് കൊണ്ടുവരുവാനായിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ക്രമീകരണം ഉള്ളത്. അതിന് പ്രതിഷേധം ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് നിരന്തരമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിൽ വനാതിർത്തികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ 56 ഒരു മൂരിക്കിടാവിനെ കടുവ പിടിച്ചു. ഇന്നലെ ഇങ്ങനെ ആനയുടെ ആക്രമണം കൊണ്ട് ദാരുണമായിട്ട് ഒരാൾ മരണമേറ്റു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പടമലയും ഇത് സംഭവിച്ചു. നമ്മൾ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും പ്രതിവിധി ഉണ്ടാക്കുകയും ചെയ്യണം. 1972 മൃഗസംരക്ഷണ നിയമം ഉണ്ടായിരുന്നു. 50 കൊല്ലം കഴിഞ്ഞിട്ടും ആ നിയമത്തെ ഒന്ന് മാറ്റുവാനോ പുതുക്കാനോ കാലാനുസൃതമായിട്ട് അതിന് മാറ്റം വരുത്തുവാനോ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ വിവേകപൂർവ്വം ഒഴിവാക്കി. ഇന്ന് വന്യമൃഗ വർധന നിയന്ത്രണ നിയമമാണ് വേണ്ടത്, സംരക്ഷണ നിയമം അല്ല ഇന്ന് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഓരോ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും വൈകാരികമായിട്ട് ആ സമയത്ത് എല്ലാവരും ഒന്നിച്ചുകൂടി കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കും. വാഗ്ദാനങ്ങൾ കൊടുത്ത് എന്തെങ്കിലും അല്പ സഹായം ചെയ്യുന്നു. ഇതാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യമൊന്നും അല്ലല്ലോ. ഇത് ജനങ്ങളുടെയാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുവാൻ വേണ്ടിയിട്ട് ഭരണ സംവിധാനങ്ങൾ കടപ്പെട്ടിരിക്കുന്നതാണ്. മനുഷ്യന്റെ മൗലിക അവകാശത്തിനെതിരായിട്ട് ഒരു ആക്ടും ഉണ്ടാകാൻ പാടില്ല. കാലാകാലങ്ങളിൽ ആക്ടുകൾ മാറി മാറി കൊണ്ട് ഇതുവരെയുള്ള നിയമങ്ങളെല്ലാം അസാധുവായിരിക്കുന്നു. പുതിയ ആക്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ മൗലിക അവകാശത്തെ, സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന മൗലികമായിട്ടുള്ള അവകാശത്തെ ഹനിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിനും സാധ്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വയനാട്ടിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ ആ മരിച്ച മനുഷ്യനെയും എടുത്തുകൊണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചെന്നു. എത്ര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അത് ഇന്റേണൽ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് ഒരു ഓപ്പറേഷത്തിന് അന്നേരം വിധേയമാക്കുവാൻ വേണ്ടി സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഒരു കാടത്തമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഈ കാര്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മുകളിൽ വെച്ച് കെട്ടിയത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള മുറിവുണക്കിക്കൊണ്ട് അതൊരു പ്രയോജനരഹിതമായിട്ടുള്ള ഒരു ഇടപാടായിരിക്കും. ഇത് തീർച്ചയായിട്ടും വനാതിർത്തിയും മനുഷ്യാതിർത്തിയും വേർതിരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ചില കാലങ്ങളിൽ അമിതമായിട്ട് വർദ്ധിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനും ഉപയോഗിക്കുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം കൊടുക്കണം. മാത്രമല്ല ഇവിടെ ഒരു നിയമമുണ്ട്, കാട്ടുപന്നിയെ വെടിവെക്കാമെന്ന്. ആ കാട്ടുപന്നിയെ വെടിവെച്ച് അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുന്നു. ഇതിൽ എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? അത് പഞ്ചായത്തിനെ ഏൽപ്പിച്ച് അത് ലേലം ചെയ്ത് വിറ്റ് അത് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചില നിയമങ്ങളും, അതായത് ഒരു നല്ലൊരു രീതിയിൽ ബൗദ്ധികമായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും നിയമങ്ങളെയും അതുപോലെ തന്നെ മാറ്റിയെടുക്കുവാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകണം. അതിന് ജനപ്രതിനിധികൾ മാത്രമല്ല, ബാക്കി ജനങ്ങൾ സംഘടിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആരും കണ്ണൊഴുക്കാൻ ഉണ്ടാകുകയില്ല, നിയമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.